Hi dear super king students. നോക്കൂ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു എൻട്രൻസ് ഓറിയന്റഡ് ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് കൂളംസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ ചാർജസ് വരുന്ന സമയത്ത് അതൊരു ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത ചാർജസ് ആവാം, ലീനിയർ അറേഞ്ച്മെന്റ്സ് ഓഫ് ചാർജ് ആവാം, അല്ലെങ്കിൽ അല്ലാത്ത രൂപത്തിലും ആവാം. ഒരു സ്ക്വയറിന്റെ 4 കോർണറുകളിലൊക്കെ ആയിട്ട് വെച്ച രൂപത്തിലും ആവാം. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ചാർജസ്, രണ്ടിൽ കൂടുതൽ ചാർജസ് വരുന്ന സമയത്താണ് ഈ ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പോൾ അതിൽ ഓരോ ചാർജിന്റെ മുകളിലും ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആകുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന് പറയുക. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാലൻസ്ഡ് ആണെന്നാണ്. അപ്പോൾ 3 ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ 3 ചാർജിലെ ഓരോ ചാർജിന്റെ മുകളിലും മറ്റു 2 ചാർജുകൾ കൊടുക്കുന്ന നെറ്റ് ഫോഴ്സ് 0 ആവണം. അപ്പോൾ ഓഫ് കോഴ്സ് നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്തിട്ട് വരണം. അപ്പോഴാണ് നെറ്റ് ഫോഴ്സ് 0 ആവുക. ആ അവസ്ഥയിലാണ് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന് പറയാം. അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 3 ചാർജസ് ഇവിടെ ഇപ്പോൾ ലെറ്റ്സ് സേ Q1, Q2, Q3. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R1, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R2. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഈ 3 ചാർജിന് മുകളിലും ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക, ചിലപ്പോൾ ചാർജ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാർജ് സെലക്ട് ചെയ്യുക, അതൊരിക്കലും നടുക്കുള്ള ചാർജ് ആവാതിരിക്കുക. അപ്പോൾ ഈ 2 സൈഡിലുള്ള ഒന്നുകിൽ Q3 സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Q1 സെലക്ട് ചെയ്യുക. ഞാൻ Q3 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ Q3യുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകൾ ഉണ്ടാവുക. ഒന്ന് Q2ഉം Q3യും തമ്മിലുള്ള ഫോഴ്സ്, പിന്നെ Q1ഉം Q3യും തമ്മിലുള്ള ഫോഴ്സ്. അപ്പം F ബിറ്റ്വീൻ 2 and 3 പ്ലസ് F ബിറ്റ്വീൻ 1 and 3 ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അങ്ങനെ 0 ആകുമ്പോഴാണ് ആ ചാർജസ് ഇക്വിലിബ്രിയത്തിലാണ് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഈ കോൺസെപ്റ്റ് നമുക്ക് പ്രോബ്ലം വെച്ചിട്ടേ നമുക്കത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ലൈൻ ജോയിനിങ് ടു എക്സാക്ട്ലി ഈക്വൽ പോസിറ്റീവ് ചാർജ് Q. അപ്പോൾ 2 പോസിറ്റീവ് ചാർജ് Q, അവർ തമ്മിലുള്ള സെപ്പറേഷൻ ലെറ്റ് ഇറ്റ് ബി R. അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ ഒരു സ്മോൾ ലെറ്റർ Q പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് R/2, ദിസ് ഇസ് ഓൾസോ R/2. ദെൻ ദ സിസ്റ്റം ഓഫ് 3 ചാർജസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് Q ഈസ് ഈക്വൽ ടു. അങ്ങനെ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ആ നടുക്ക് വെച്ച സ്മോൾ ലെറ്റർ Q ഈസ് ഈക്വൽ ടു വാട്ട് എന്നാണ് ചോദിച്ചത്. ഓഫ് കോഴ്സ് ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ Qൻ്റെ ടേംസിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് ചാർജ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു എല്ലാ ചാർജിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാർജ് സെലക്ട് ചെയ്യുക, അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ഇക്വേറ്റ് ചെയ്യുക. ആ ചാർജ് ഒരിക്കലും നടുക്കുള്ള ചാർജ് ആവാതിരിക്കുക. നടുക്കുള്ള ചാർജ് ആയി നമുക്ക് ആൻസർ കിട്ടില്ല. തെറ്റൂല, നിങ്ങൾക്ക് നടുക്കുള്ള ചാർജിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ സ്മോൾ ലെറ്റർ Qൻ്റെ വാല്യൂ കിട്ടില്ല. അപ്പോൾ ഈ 2 സൈഡിലുള്ള ഏതെങ്കിലും ഒരു ചാർജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ചാർജിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫോഴ്സ് ഞാൻ F1 നേടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. ഏതൊക്കെയാണ് ചാർജുകൾ? Qവും ഈ നടുക്ക് വെച്ച ചാർജ് Qവും. അപ്പോൾ Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് R/2 ആയതുകൊണ്ട് R/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് R²/4. ആ 4 മുകളിലേക്ക് വരും. ഇനി രണ്ടാമത്തെ ഫോഴ്സ് F2 ആരും തമ്മിലുള്ള ഫോഴ്സാണ് ഈ Qവും തമ്മിലുള്ള ഫോഴ്സാണ്. അവർ തമ്മിലുള്ള അകലം സ്മോൾ ലെറ്റർ R ആണ്. അപ്പോൾ നമുക്കത് 1/4πε0 Q² ഡിവൈഡഡ് ബൈ R² എന്ന് വരും. ഇത് രണ്ടും ആഡ് ചെയ്താൽ F1 പ്ലസ് F2 ദാറ്റ് ഇസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് Q, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് ചാർജ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 1/4πε0 Q ഡിവൈഡഡ് ബൈ R² ഇൻറ്റു 4 പ്ലസ് 1/4πε0 Q² ബൈ R² ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ടേം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 1/4πε0 QQ ഡിവൈഡഡ് ബൈ R² ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/4πε0 Q² ഡിവൈഡഡ് ബൈ R² എന്ന് വരും. ഈ 1/4πε0 ക്യാൻസൽ ചെയ്യാം. R² ക്യാൻസൽ ചെയ്യാം. ഒരു Q ഇവിടെയുള്ള ഒരു Qവും Q² ഒരു Qവും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സ്മോൾ ലെറ്റർ Q ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ Q എന്ന് കിട്ടും. സ്മോൾ ലെറ്റർ Q is equal to minus of capital letter Q by 4. So this is the answer. Option A is the right answer. Clear ano? This is the concept of equilibrium of charge. Clear?
അടുത്ത ഒരു കൺസെപ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.